റഷാസ് വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഒരു ചട്ടിച്ചോറിൻ്റെ റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിച്ചോറിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് വീട്ടിലുണ്ടായ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഒരു ചട്ടിച്ചോറാണ് കേട്ടോ. വെജിറ്റേറിയൻ ചട്ടിച്ചോറാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഇതാ മാവൊക്കെ തലേ ദിവസം തന്നെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് ഈ ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഇതാ വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും ഇഡ്ഡലി, ദോശ, വെള്ളപ്പൊക്കെ ഒരേ മാവ് തന്നെയാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇഡ്ഡലിക്ക് വേറെ മാവ് അരച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. പച്ചരി ഒരു ഗ്ലാസ് ആണെങ്കിൽ അതിലേക്ക് അര ഗ്ലാസ് ഉഴുന്ന് ചേർത്തിട്ട് കുറച്ച് ചോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ നമ്മുടെ ഇഡ്ഡലി മാവ് റെഡിയാവും. ഇഡ്ഡലിക്ക് ഞാൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചിരകി എടുക്കുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിങ്ങനെ കഷ്ണാക്കിയിട്ട് ഇട്ടിട്ടാണ് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ. നമുക്ക് ചിരകി എടുക്കാകുമ്പോൾ കുറേ ടൈം വരില്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. നമുക്ക് പുറത്തുനിന്ന് ചീനമുളകിൻ്റെ ഒരു തൈയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചീനമുളകൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. പഴുത്ത ചീനമുളകാണ് പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ കറിക്ക്, അതായത് ചട്നിക്ക് നല്ല കളറ് കിട്ടുമല്ലോ, ഒരു ചുവന്ന കളറ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുവന്ന മുളക്, പഴുത്ത മുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഒരു കാന്താരി മുളകിൻ്റെ തൈയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുളകിൻ്റെ തൈ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പുറത്തുനിന്ന് പൊട്ടിച്ചെടുക്കാമല്ലോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതാ മുളകൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ. കത്തിയുടെ മുകളിലായിട്ടുണ്ടോ എന്ന്, വെന്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ചട്നി ഇനി ഒന്ന് കടുക് വറുത്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേപ്പില പുറത്തുനിന്ന് പൊട്ടിക്കാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഒരു കറിവേപ്പില, അതുപോലെ തന്നെ മുരിങ്ങ, കാന്താരി മുളകിൻ്റെ തൈ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഇത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും മുളകും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു ചട്നിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ അത് ഈ തേങ്ങ പിരിഞ്ഞു പോവും. പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് മക്കളെ വിളിക്കുകയാണ് കേട്ടോ. വിളിച്ച് നോക്കിയപ്പോൾ അവർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മദ്രസയിലെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഗ്യാപ്പിൽ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. മിക്ക സമയത്തും മക്കൾ തന്നെയാണ് കേട്ടോ പുതപ്പൊക്കെ മടക്കി വെക്കാറുള്ളത്. ഇന്നിപ്പോൾ അവർക്ക് എക്സാം ആയ കാരണം ഞാൻ പിന്നെ കൂടുതൽ നിർബന്ധിച്ചില്ല. എന്നാലും പറയണം കേട്ടോ, എങ്കിലേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ മക്കളുടെ എക്സാമൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സാധാരണ ഒരുമിച്ചിരുന്നിട്ടൊന്നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. കാരണം രാവിലെ 6:30ക്കാണ് ഒരാൾക്ക് മദ്രസ, അത് കഴിഞ്ഞ് 7:30ക്ക് അടുത്ത ആൾക്ക്. അപ്പോൾ അങ്ങനെ ഒരുമിച്ചൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും മദ്രസ എക്സാം വീട്ടിൽ നിന്ന് തന്നെയാണ് എക്സാം നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു.
ഇഡ്ഡലി ആണെങ്കിലും മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. ഇഡ്ഡലിയും സാമ്പാറൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാനിന്ന് ചട്ടിച്ചോറ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ സാമ്പാർ ഉണ്ടാക്കാതിരുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ തോട്ടത്തിൽ, പച്ചക്കറി തോട്ടത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കണ്ടേ. അപ്പോൾ തക്കാളി കുറച്ചൊക്കെ ഇതാ ലാസ്റ്റാണ് കേട്ടോ, ചെറുതായി തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ചെടിയൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് കിട്ടുകയെന്ന് അറിയില്ല. അപ്പോൾ തക്കാളി അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളകും ഉണ്ട്. നല്ല നീളനുള്ള നല്ല എരിവുള്ള പച്ചമുളകാണ്. ഈ തൈകളൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്, ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഈ ഒരു തൈകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് നല്ല തൈകളായിരുന്നു, നന്നായിട്ട് കായ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ചാണകപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. വേറെ ഒരു കീടനാശിനികളോ അല്ലെങ്കിൽ വളങ്ങളോ ഒന്നും ചേർക്കാറില്ല. പിന്നെ ഇതാ ഈ ഒരു വഴുതന, നല്ല നീളനുള്ള വഴുതനയാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ മുമ്പേ നമ്മുടെ വീട്ടിലുള്ളതാണ്. അങ്ങനെ 2 വഴുതന കിട്ടിയിട്ടോ, നല്ല നീളനുള്ള വഴുതന. അപ്പോൾ ആ സമയത്ത് ഇതാ കുഞ്ഞൂസ് ഇവിടെ വെയിലത്ത് എന്തൊക്കെയോ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സൺബാത്ത് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ഓമക്കായ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മസാലക്കറി പോലെ ഒരു കറി വെക്കണം. അതുപോലെ തന്നെ അവിയൽ, ഒരു ചമ്മന്തി, അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് പച്ചക്കറി എന്തൊക്കെയാണ് കിട്ടുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ ഓമക്കായും അതുപോലെ തന്നെ ചേമ്പും തണ്ടും എടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പിന്നെ വഴുതനങ്ങയുടെ ഒരു കഷ്ണം ഇടാം. അപ്പോൾ അങ്ങനെ എല്ലാം കൂടിയിട്ട് വീട്ടിലുള്ള ആ ഒരു പച്ചക്കറികൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നോൺ വെജ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ പുറത്തിതാ ഈ ഒരു ചീര നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീര, എൻ്റെ ഫേവറേറ്റ് ചീരയാണെന്ന് പറയാം. നല്ല മധുരമാണ് കേട്ടോ ഈ ഒരു ചീരയ്ക്ക്. എനിക്ക് സാധാ ചീരനെക്കാട്ടി ഇഷ്ടമാണ് ഈ ഒരു ചീര. ഇതിന് പ്രമേഹ ചീര എന്നോ അങ്ങനെ എന്തോ പറയൂ കേട്ടോ. നിങ്ങളുടെ നാട്ടിലിത് എന്താണ് പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ചീര പൊട്ടിച്ചെടുക്കാൻ കേട്ടോ. ഇത് തണ്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടാവുന്നതാണ്. ഇതിങ്ങനെ വെയിലിയുടെ മുകളിലൊക്കെ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാവുന്നതായിരുന്നു. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചു കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഇല ഊരി കഴിഞ്ഞിട്ട് ഇത് അവിടെ തന്നെ കുഴിച്ചിട്ടാൽ നന്നായിട്ട് വീണ്ടും ഉണ്ടാവും. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കായക്കൊലയാണ് കേട്ടോ, ചെറിയൊരു കൊലയാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ അവിയലിനുള്ള കഷ്ണങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തേങ്ങ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഷ്ണാക്കി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഈ ഒരു തേങ്ങയിൽ തന്നെ ഇടുകയാണ്. കുറച്ച് മോരൊഴിക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയ ജീരകവും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അരയ്ക്കൊന്നും വേണ്ട, ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് കുക്കറിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ ചട്ടിച്ചോറാകുമ്പോൾ നമുക്കൊരു മീൻ ഫ്രൈ എങ്കിലും വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ മീൻ ഫ്രൈയിന് പകരം ഈ ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വഴുതനങ്ങ ഇതാ നീളത്തിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയോ ചിക്കൻ മസാലയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതാ ഞാൻ ചീരപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള സബോളയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പച്ചമുളകൊന്ന് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചീര ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ
ക്രഷ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് തേങ്ങ ഒന്ന് ചിരകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വഴുതനങ്ങ പൊരിച്ചെടുക്കാം. ഈ വഴുതന വേണമെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. വട്ടത്തിൽ അരിഞ്ഞെടുത്ത് പൊരിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ചീരപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അവിയൽ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. സാധാ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ പോലെ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒറ്റ വിസിലേ വരാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ അതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ വഴുതന ദാ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പൊരിച്ചാൽ. മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കോൺഫ്ലോറും ആഡ് ചെയ്യാം. ഇനി ഞാനൊരു മസാലക്കറി കൂടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ മസാലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓമക്കായും അതുപോലെ തന്നെ വഴുതനയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഈ ഒരു മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഓമക്കായും അതുപോലെ വഴുതനങ്ങയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇത് അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് കേട്ടോ ചട്ടിച്ചോറിലേക്കുള്ള. അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി. അവിയൽ, പിന്നെ മോര് എടുത്ത് വെച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കിയ മോര് തന്നെയാണ് കേട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, വഴുതനങ്ങ ഫ്രൈ, ചീരുപ്പേരി, പിന്നെ ഒരു മസാല എല്ലാം കൂടിയിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ചാറുണ്ട്, അത് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിതാ ചട്ടിച്ചോറ് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ചോറിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മോരൊഴിച്ചു, അതിന് ശേഷം ഇതാ അവിയലിട്ടിട്ടുണ്ട്. ഇനി ഞാനിതാ മസാലക്കറി ആഡ് ചെയ്യാണ്. അങ്ങനെ ഓരോരോ ഐറ്റംസായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല സന്തോഷം തോന്നി കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ തന്നെ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടാണല്ലോ ഈ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കിയത്. അപ്പോൾ വിഷമില്ലാതെ ഒരു നേരമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.